ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധിക പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്ത്രിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് വരുണിനെയും രാധികയും ഒന്നിപ്പിക്കണമെന്ന്. സത്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ വരുണിനെയും രാധികയും ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. രാധികയെ വരുണിനെ കൈപ്പിടിച്ച് കൊടുക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് സുകുമാരി മുത്തശ്ശി കയറി വന്നതും വളരെ മോശമായി തന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തത്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് തന്ത്രിക്ക് വളരെ സീരിയസ് ആണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സർജറി വേണ്ടതായി വന്നു. അങ്ങനെ അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നുണ്ട്. ഇതേ സമയത്തിന് പ്രിയങ്കയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നു. പ്രിയങ്കയ്ക്ക് വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. എന്തായാലും പ്രിയങ്കയെ സെലക്ട് ചെയ്തിരിക്കുന്നു. അതൊരു സന്തോഷ വാർത്തയായി അറിയിക്കുകയാണ് അയാൾ. ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രിയങ്കയും. ഈ സമയം വരുണും രാധികയും പിന്നെ സുകുമാരിയും ശ്യാമയും എല്ലാവരും കൂടി തന്ത്രിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സർജറി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഡോക്ടർ പുറത്തേക്ക് വന്ന് കാര്യം പറയുന്നുണ്ട് എല്ലാവരോടും. മേഡം, ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാലല്ലാതെ അദ്ദേഹം തിരികെ വരില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും സങ്കടത്തിലാകുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യശോദയും രാധികയും ഒക്കെ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.